ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെറ്റിംഗ് അപ്പ് ഓഫ് ദ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സിലെ ലാസ്റ്റ് പോർഷനാണ്. നമ്മുടെ ഈ ഒരു വീഡിയോയോട് കൂടി നമ്മൾ ഈ ചാപ്റ്റർ കഴിയാണ്. ഐഡൽ ലൊക്കേഷൻ ലാസ്റ്റ് ടോപ്പിക്കാണ്. ഐഡൽ ലൊക്കേഷൻ. So the idle location means the one that permits the lowest unit cost in the production and the distribution of the product or services. അതായത് നമുക്ക് കോസ്റ്റ് എല്ലാം തരത്തിൽ അല്ലെങ്കിൽ എല്ലാ വ്യൂ പോയിന്റിൽ നോക്കുമ്പോൾ നമുക്ക് കോസ്റ്റ് മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റണം. അത് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആവാം, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ പർപ്പസ് ആവാം. ഏത് രീതിയിൽ നിന്ന് നോക്കട്ടെ, നമുക്ക് എന്ത് വേണം? കോസ്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റണം. ആ ഒരു ടേമിനെയാണ് ഐഡൽ ലൊക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഐഡൽ ലൊക്കേഷന് നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. The first one, the easy availability of the raw materials and other factors of production. അതായത് നമുക്ക് റോ മെറ്റീരിയൽസ് ചിലപ്പോൾ സ്കേഴ്സ് റിസോഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ വളരെയധികം നമുക്ക് അവൈലബിലിറ്റി ഉള്ള റോ മെറ്റീരിയൽസ് ആവാം, ഏതോ ആയിക്കോട്ടെ. പക്ഷേ നമുക്കത് മിനിമം കോസ്റ്റിന് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് നമുക്ക് കിട്ടണം. അപ്പോൾ നമുക്കതിൻ്റെ കോസ്റ്റ് നല്ല രീതിയിൽ നമുക്ക് പ്രൊഡക്ഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് കിട്ടും. അതുപോലെ തന്നെ ദ മിനിമം കോസ്റ്റ് ഓഫ് ദ ട്രാൻസ്പോർട്ട് ഓഫ് ദ മെറ്റീരിയൽസ് ആൻഡ് പ്രൊഡക്ട്സ്. അതായത് നമുക്ക് എന്ത് വേണം? ട്രാൻസ്പോർട്ടേഷൻ, അതേപോലെ തന്നെ അതിൻ്റെ സ്റ്റോറിൽ കീപ്പ് ചെയ്യാൻ, അതിനൊക്കെ നമുക്ക് കോസ്റ്റ് വരുന്നുണ്ട്. ഇപ്പോൾ വെയർ ഹൗസൊക്കെ നമ്മൾ റെൻറ്റ് എടുക്കുകയാണെങ്കിൽ അത് ഓരോ ദിവസത്തിന് പെർ ഡേ അല്ലെങ്കിൽ പെർ അവറൊക്കെ ആയിരിക്കും അതിൻ്റെ കോസ്റ്റ് വരുന്നത്. അപ്പോൾ അതൊക്കെ മിനിമം കോസ്റ്റ് വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അതിനുള്ള അനുസരിച്ച് ഡിസിഷൻസ് നമുക്ക് എടുക്കേണ്ടത്. ഈസി ആക്സസിബിലിറ്റി ടു ദ മാർക്കറ്റ്. കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഗുഡ്സ് ഓർ സർവീസസ് അത് മാർക്കറ്റിലേക്ക് എത്തിക്കണം. അതിന് നമുക്ക് പല രീതിയിലുള്ള കോസ്റ്റുകൾ വരുന്നുണ്ട്. ചിലപ്പോൾ അഡ്വർടൈസ്മെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ആയിരിക്കാം. അതിൻ്റെയൊക്കെ കോസ്റ്റ് നമുക്ക് മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റണം. നെക്സ്റ്റ്, ദ അവൈലബിലിറ്റി ഓഫ് ആഡിക്വേറ്റ് സ്പേസ് ഫോർ ദ സൈറ്റ്. എന്താണ് നമുക്ക് ഇതൊക്കെ സൈറ്റ്, അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട പോലെ നമ്മുടെ ലൊക്കേഷൻ ഡിസിഷൻ അത് ഫീസിബിളാണ്, അല്ലെങ്കിൽ നമുക്ക് എല്ലാ രീതിയിൽ കൊണ്ടും നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒപ്റ്റിമം ആയിട്ടുള്ള ഒരു സൈറ്റാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്താണ് അതിനനുസരിച്ചിട്ടുള്ള ബെനിഫിറ്റ് നമുക്ക് കിട്ടും. നെക്സ്റ്റ് വൺ ഈസ് ദ സഫീഷ്യൻറ്റ് സ്കോപ്പ് ഫോർ ദ ഫ്യൂച്ചർ എക്സ്പാൻഷൻ. നമുക്ക് നല്ല രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, കാരണം ആ ഒരു ലൊക്കേഷനിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലൊക്കേഷൻ, ദാറ്റ് ഈസ് ഐഡൽ ലൊക്കേഷൻ. ആൻഡ് ഫൈനലി ദ ഇൻറ്റഗ്രേഷൻ ഓഫ് ദ എൻ്റർപ്രൈസ് വിത്ത് ഇക്കണോമിക്, സോഷ്യൽ, കൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള പല ഫാക്ടേഴ്സും വരുന്നുണ്ട് അല്ലേ. കാരണം ഒരു ഇൻഡസ്ട്രി എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം, ഇപ്പോൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു എയർപോർട്ട് വരികയാണ്. ആ എയർപോർട്ട് വരുമ്പോൾ ആ ഒരു സ്ഥലത്തിൽ വളരെയധികം ഇത് വരുന്നുണ്ട്, ചേഞ്ചസ് വരുന്നുണ്ട് ഇല്ലേ. അതേപോലെ തന്നെ ഒരു ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ആ ഇൻഡസ്ട്രി വരുമ്പോൾ തന്നെ ആ ഒരു ലൊക്കാലിറ്റി ടോട്ടലി ചേഞ്ച് ആവും. അതിൽ പല ഫാക്ടേഴ്സ് നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ, കൾച്ചർ, ഇക്കോണമിക്, ഇതൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഇതൊക്കെയാണ് ഐഡൽ ലൊക്കേഷൻ്റെ ഫാക്ടേഴ്സ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് പ്ലാൻഡ് ലൊക്കേഷൻ. ഇനി ഒരു പ്ലാൻഡ് ലൊക്കേഷനിൽ നമുക്ക് എന്തൊക്കെ കോസ്റ്റുകളാണ് വരുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. മെയിനായിട്ട് 2 പോയിൻറ്റുകളാണ് അല്ലെങ്കിൽ 2 കോസ്റ്റുകളാണുള്ളത്. ഒന്ന് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, അതുപോലെ തന്നെ ലേബർ കോസ്റ്റ്. നിങ്ങൾക്കത് പ്രത്യേകിച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് അറിയാം. കാരണം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നമുക്കറിയാം, റോ മെറ്റീരിയൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ പല രീതിയിലുള്ള എക്യുപ്മെൻറ്റ്സ് നമുക്കതിന് മൂവിങ് ഉണ്ടായിരിക്കും, മാർക്കറ്റിലേക്ക് എത്തിക്കണം. അപ്പോൾ അതിനൊക്കെയുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? മിനിമം രീതിയിൽ ആ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് കൊണ്ടുവരണം. എന്നാൽ മാത്രമാണ് ആ ഒരു ഇൻഡസ്ട്രി നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒപ്റ്റിമം പ്രോഫിറ്റ് അല്ലെങ്കിൽ മാക്സിമം പ്രോഫിറ്റ് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അടുത്താണ് ലേബർ കോസ്റ്റ്. കാരണം ലേബേഴ്സിനെ ട്രീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ചോളം കുറച്ചും കൂടി ഒരു ടഫ് ആൻഡ് ടൈറ്റ് ടാസ്ക്കാണ്. കാരണം അവർക്ക് ആവശ്യമായിട്ടുള്ള എക്കണോമിക് ബെനിഫിറ്റ്സ്, പേഴ്സണൽ ബെനിഫിറ്റ്സ് ഇതൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യണം. ചിലപ്പോൾ ഈവൺ അവരുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കാര്യം കൂടി നമുക്ക് കെയർ ചെയ്യേണ്ടി വരും. അവർക്ക് ആവശ്യമുള്ള ചിലപ്പോൾ ഇൻഷുറൻസ് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ കുട്ടികളുടെ എഡ്യൂക്കേഷൻ, ഇതൊക്കെ ഇൻഡസ്ട്രീസ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കോസ്റ്റ് നല്ല രീതിയിൽ അല്ലെങ്കിൽ എംപ്ലോയേഴ്സിനും എഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലുള്ള കോസ്റ്റ്
അത് നമുക്ക് മീറ്റ് ചെയ്യുന്ന രീതിയിൽ വേണം നമുക്കതിന് അനുസരിച്ച് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ആൾക്കാർ നോക്കുക ചീപ്പ് ലേബേഴ്സിനാണ് കൂടുതലായിട്ട് അവരൊക്കെ പറയുക. ഈവൺ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ പറയാം ബംഗാളീസ്, അതായത് പുറം നാട്ടിലെ ആൾക്കാർ കൂടുതൽ ഇപ്പോൾ ഇവിടെ എന്താണ് കേരളത്തിൽ വന്ന് പണിയെടുക്കുകയാണ്. കാരണം ആ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് കമ്മ്യൂണിറ്റിക്ക് അവരുടെ നാടുകളിൽ 50 രൂപ ദിവസം അവർക്ക് വരുന്ന ഒരു വേജ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 100 or 50, 25 റുപ്പീസിനൊക്കെ അവർ പണിയെടുക്കുകയാണ്. അപ്പോൾ അവരെന്ത് ചെയ്യാണ്, ഇവിടേക്ക് വരികയാണ്. കാരണം ഇവിടെ വരികയാണെങ്കിൽ അവർക്ക് പെർ ഡേ 500, മിനിമം 500 ഒക്കെയാണ് അവരുടെ വേജ് എന്ന് പറയുന്നത്. ഇതിവിടെ പറയാൻ കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അതിനനുസരിച്ച് അതായത് ഇപ്പോൾ കേരളത്തിലുള്ള സ്വന്തം നമുക്ക് കേരളീയർക്ക് തന്നെ കൊടുക്കണമെങ്കിൽ നല്ല എമൗണ്ടാണ്. അറ്റ്ലീസ്റ്റ് ഇപ്പോൾ 800 എബോവ് ആണ് ഒരു കേരളത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് നമുക്ക് കൊടുക്കേണ്ടി വരുന്നത്. ഈവൺ നമുക്കൊരു ബംഗാളിയിലാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് അവിടെ ഒരു 800 അല്ലെങ്കിൽ 650 ആ റേഞ്ചിൽ നമുക്ക് എമൗണ്ട് കൊടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ചീപ്പ് ലേബേഴ്സിനെയാണ് എപ്പോഴും ഇൻഡസ്ട്രി ബിസിനസ് എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്. കാരണം ആ വഴി നമുക്ക് എന്ത് ചെയ്യാം, കോസ്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. ഇതൊക്കെയാണ് മേജറായിട്ട് വരുന്ന 2 കോസ്റ്റ്. ഫസ്റ്റ് വൺ ഈസ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് നെക്സ്റ്റ് വൺ the labor cost. And finally the significance of the location decision. എന്തൊക്കെ സിഗ്നിഫിക്കൻസ് ആൻഡ് ഇമ്പോർട്ടൻസ് നമുക്ക് നോക്കാം. മിനിമൈസേഷൻ ഓഫ് ദ കോസ്റ്റ്, നമുക്ക് കോസ്റ്റ് കുറയ്ക്കാനായിട്ട് നമുക്ക് പറ്റണം. അതേപോലെ തന്നെ ഡിസൈനിങ് ദ അപ്രോപ്രിയറ്റ് ലേ ഔട്ട് ഓഫ് ദ മെഷീനറീസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്. കാരണം കുറേ വലിയ അല്ലെങ്കിൽ കുറച്ചും കൂടി എമൗണ്ടുള്ള എക്യുപ്മെൻറ്റ് കൊണ്ടുവയ്ക്കുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന മെഷീനറി എക്യുപ്മെൻറ്റ്സ് കൊണ്ടാണെങ്കിൽ നമുക്ക് അവിടെ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ കോപ്പ് വിത്ത് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ദ എക്സ്പാൻഡിങ് ബിസിനസ് ഇൻ ദ ഫ്യൂച്ചർ, അതായത് ഫ്യൂച്ചറിൽ നമുക്ക് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം. അതേപോലെ തന്നെ ദ എസ്റ്റാബ്ലിഷ് ദ സൈസ് ആൻഡ് ദ ക്വാളിറ്റി ഓഫ് ദ വർക്ക് ഫോഴ്സ് അവൈലബിൾ ടു ദ ഓൺട്രപ്രണർ. നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് ലേബേഴ്സിൻ്റെ ആ ഒരു റേഷ്യോ നമുക്ക് ഒരു അത്രയും നല്ല രീതിയിൽ ചിന്തിച്ചിട്ട് വേണം നമ്മൾ വർക്ക് ഫോഴ്സിന്. കാരണം ഏത് കാറ്റഗറിയിലുള്ള അല്ലെങ്കിൽ ഏത് ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ ഏത് സ്കില്ലുള്ള ലേബേഴ്സ് നമുക്ക് വേണം. ആ ഒരു വർക്ക് ഫോഴ്സ് നമ്മൾ നല്ല രീതിയിൽ തന്നെ അത് ഐഡൻറ്റിഫൈ ചെയ്യണം. ആൻഡ് ദ ഇംപ്രൂവിങ് ദ പ്രോഫിറ്റബിലിറ്റി ഓർ ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ദ പ്ലാന്റ്. അതായത് നമുക്ക് എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്താണ്, പ്രോഫിറ്റബിലിറ്റിയാണ്. അതായത് പ്രൊഡക്ടിവിറ്റി കൂട്ടി പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യുക, അതാണ് എല്ലാ ഇൻഡസ്ട്രിയും ഫോക്കസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഡിറ്റർമൈൻ ദ ഓപ്പറേറ്റിംഗ് ആൻഡ് ദ ക്യാപിറ്റൽ കോസ്റ്റിന് നമ്മൾ നല്ലപോലെ ഫോക്കസ് ചെയ്യണം. അത് ഓപ്പറേഷൻ ലെവലുള്ള കോസ്റ്റ് ഉണ്ട്. ഓപ്പറേഷൻ ലെവൽ എന്ന് പറയുന്നത് ഡേ ടു ഡേ ആയിട്ടുള്ള കോസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ലോങ് ടേം ആയിട്ടുള്ള കോസ്റ്റുകൾ വരുന്നുണ്ട്, ലൈക്ക് അഡ്വർടൈസ്മെൻറ്റ്. അപ്പോൾ അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ആ ഒരു കൺസിസ്റ്റൻസി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അതേപോലെ തന്നെയാണ് നേച്ചർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് അതിൻ്റെ നേച്ചർ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതേപോലെ തന്നെ ദാറ്റ്സ് അൾട്ടിമേറ്റ് എയിം, ദാറ്റ് ഈസ് ഇൻക്രീസിങ് സെയിൽസ്, അല്ലേ? സെയിൽസ് പ്രൊഡക്ടിവിറ്റി കൂട്ടി സെയിൽസ് കൂട്ടുക, ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് കിട്ടും, പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഐഡൽ ഡിസിഷൻ. അതായത് നമുക്ക് അതിൻ്റെ സിഗ്നിഫിക്കൻസ്, ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇത്രയാണ്. കാരണം മേജറായിട്ടുള്ളൊരു കാര്യം ഇത്രയേ ഉള്ളൂ, കോസ്റ്റ് മിനിമൈസ് ചെയ്തിട്ട് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാം. അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന പല ഫാക്ടേഴ്സ് നമ്മൾ അനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഒരു ഐഡൽ ലൊക്കേഷൻ സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുകയാണ്. വലിയൊരു ചാപ്റ്റർ തന്നെയാണ് ഈ ഒരു സെറ്റിംഗ് അപ്പ് ഓഫ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ്. കുറേ മേജർ ടോപ്പിക്സ് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ഓരോ ടോപ്പിക്കും വായിച്ച് പോവുക. അതിൽ നിങ്ങൾ തന്നെ ടെക്സ്റ്റിൽ അത് പോയിൻ്റ് ഔട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം ടൈമിൽ എളുപ്പമായിരിക്കും. കാരണം ഇത് മൊത്തം ഒരു ചാപ്റ്റർ ഒരു ദിവസം കൊണ്ട് ഇരുന്നാൽ കഴിയില്ല. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യാം, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് അല്ലേ, മേജറായിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് പോവുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്കത് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും.